അല്ല എങ്ങനെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കണത് റബ്ബേ? പാവം തോന്നി മക്കളെ. ഒരുപാട് പടച്ചോനോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കും മക്കളെ. ജാതി മതമൊക്കെ നമ്മൾ ഉണ്ടാക്കിയതല്ലേ. എല്ലാ മനുഷ്യരും ഒരേപോലെ തന്നെ. നമ്മളൊക്കെ മക്കൾക്കാണ് ഇങ്ങനത്തെ ഗതി വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാണ് നിങ്ങൾ. പൊന്നാര മക്കളെ, ഞാൻ ആ കുറെ വീഡിയോസ് കണ്ടു. പക്ഷെ കണ്ണിങ്ങനെ എന്താ പറയാ, നെഞ്ചു വേദന വരും. അത്രക്ക് നമുക്ക് മനസ്സിന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പലസ്തീനിൽ ഇപ്പൊ മഞ്ഞ് പെയ്യണ, ഇവിടത്തെ തണുപ്പില്ല, അതിനെക്കാട്ടും തണുപ്പ്. മഞ്ഞ് പെയ്യണ സമയത്ത് കുടില് കെട്ടിയിട്ടാണ് ആ കുഞ്ഞു മക്കൾ താമസിക്കുന്നത്. നിങ്ങളോട് പറയാം, അങ്ങനെ ഐസ് പൊടിച്ചിട്ട്, മേത്തൊക്കെ ഐസ് പൊടിച്ചിട്ട് ഒരു മലയാളി അവിടുത്തെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വിട്ടാണ്. അവിടെ സഹായിക്കണ ഒരു വ്യക്തി എടുത്തിട്ട് വിട്ട വീഡിയോ കണ്ടത്. പൊന്നാര മക്കളെ, അങ്ങനെ തണുത്ത് പെറുങ്ങളിക്കാണ്. ഉമ്മല്ല, വാപ്പല്ല, കുടുംബങ്ങളില്ല, അനാഥമായ പൈത മക്കള്. ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ആരോട് പറയും സങ്കടം? ആര് കേൾക്കും? ആരാണ് അവിടെ കേൾക്കാനുള്ളത്? ഒരാളില്ല. എന്താ നിങ്ങൾ കാണണം അങ്ങനത്തെ ഒരു രംഗം? പടച്ചുകൊണ്ട് മനസ്സുരുക്കി പ്രാർത്ഥിക്കും മക്കളെ. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറയണെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരല്ലേ. നമ്മളെ പോലത്തെ മനുഷ്യർ തന്നെയല്ല അവരും. അവരെന്ത് തെറ്റ് ചെയ്ത് ഈ പൈത മക്കള്? രാജ്യക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പൈത മക്കൾ എന്ത് തെറ്റ് ചെയ്തു? ഒന്ന് ആലോചിച്ച് നോക്കാണ്. നമ്മൾ ഏത് മനുഷ്യനാവട്ടെ, ഏത് ജാതി, എന്തൊക്കെ ആവട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. മനുഷ്യരല്ലേ ആ കുഞ്ഞു മക്കള്. ഉമ്മല്ല, വാപ്പല്ല, ആരോട് സങ്കടം പറയാല്ലേ, ഒരാൾ കേൾക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ആ കുട്ടികൾ ഇങ്ങനെ കിടന്ന് വിറക്കുക. മഞ്ഞിങ്ങനെ മേത്തുനിന്നൊക്കെ മഞ്ഞിക്കട്ട വീണ്. ഒന്ന് ആലോചിച്ച് നോക്കാണ്. ഞമ്മക്ക് ഇവിടെ സഹിക്കാൻ പറ്റണില്ല ചില സമയത്ത് തണുപ്പ്. ആ കുട്ടികളൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ മക്കളെ. പഠിച്ചവനോട് നിങ്ങൾ 5 വക്ത് നിസ്കരിക്കുമ്പോൾ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക പൈതം മക്കൾക്ക് വേണ്ടിയിട്ട്. കണ്ടിട്ട് മനസ്സ് സത്യം പറയുകയാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നി. നമ്മളെ മക്കളൊക്കെ എത്ര സ്വർഗത്തിലാ. ആ കുട്ടി അതൊക്കെ ഒരു ഉമ്മ പറ്റ മക്കൾ തന്നെയല്ല, നമ്മളെ മാറ്റത്തെ രക്തം തന്നെയല്ല ഐറ്റങ്ങൾ. ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്തോന്ന് അറിയില്ല, നമുക്ക് എന്താവട്ടെ. പക്ഷെ നിങ്ങളൊക്കെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കും. കണ്ടിട്ട് സഹിക്കാൻ പറ്റണേ എൻ്റെ പൊന്നു മക്കളെ.